ഹായ് ഓൾ. ഇന്ന് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ അടുത്ത പാർട്ടിലേക്ക് കടക്കുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്നും പിന്നെ എന്താണ് ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതായത് പല കോർഡിനേറ്റ് സിസ്റ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ കൺസ്ട്രെയിൻസിനെ കുറിച്ചും ക്ലാസ് കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയാകും കേട്ടോ. ഇനിയും നമുക്ക് നോക്കാനുള്ളത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് തൊട്ട് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, അതുപോലെ തന്നെ ലഗ്രാഞ്ചൻ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ്, പോയ്സൺ ബ്രാക്കറ്റ്, അപ്പോൾ അതുപോലെ തന്നെ സ്മോൾ ഓസിലേഷൻസ്, അങ്ങനെ നമുക്ക് കുറേ ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റായിട്ട് പറഞ്ഞു തന്നിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സമയം പോലെ നമുക്ക് ഈ കൺസെപ്റ്റുകളൊക്കെ കേൾക്കുക, എന്നിട്ട് കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കുക, അതിനുശേഷം നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾക്ക് ഓരോ മൊഡ്യൂളായിട്ട് തിരിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊരു മൊഡ്യൂൾ 1-ൻ്റെ അകത്ത്, ക്ലാസിക്കൽ മെക്കാനിക്സ് മൊഡ്യൂൾ 1-ൻ്റെ അകത്തുള്ള ടോപ്പിക്സാണ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് ശേഷം നമുക്ക് മൊഡ്യൂൾ 2 ആയിട്ട് പോയ്സൺ ബ്രാക്കറ്റ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് നോക്കാം കേട്ടോ. എനിവേസ്, ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, ജനറലൈസ്ഡ് വെലോസിറ്റി ആൻഡ് ജനറലൈസ്ഡ് മൊമെൻറ്റം. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് നോർമലി നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് അല്ലേ, ഫിസിക്സിൽ അല്ലെങ്കിൽ മാത്സിൽ അല്ലേ. ദാറ്റ് ഈസ് കോർഡിനേറ്റ് എന്താണ്, മൊമെൻറ്റം എന്താണ്, വെലോസിറ്റി എന്താണ്, ഇതൊക്കെ നമുക്ക് നല്ല ഫെമിലർ ആയിട്ടുള്ള വാക്കാണ്. പക്ഷെ എന്താണ് ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ജനറലൈസ്ഡ് വെലോസിറ്റി, ജനറലൈസ്ഡ് മൊമെൻറ്റ്? അപ്പം ജനറലൈസ്ഡ് എന്ന് വെച്ചാൽ ജനറൽ, അപ്പം അതായത് ആ ഒരു സാധനം, ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ജനറലായിട്ടൊരു കാര്യം പറയുന്നതിൻ്റെ മീനിങ് അതല്ലേ അല്ലേ, ജനറൽ, എല്ലാവർക്കും വേണ്ടി അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇൻ ദ സെയിം വേ ജനറലൈസ്ഡ് കോർഡിനേറ്റ് അല്ലെ ജനറലൈസ്ഡ് വെലോസിറ്റി, ജനറലൈസ്ഡ് മൊമെൻറ്റം എന്നൊക്കെ പറയുന്നത് ഒരു സിസ്റ്റം എടുത്താൽ ആ ഒരു ക്വാണ്ടിറ്റി, ജനറലൈസ്ഡ് ക്വാണ്ടിറ്റി അല്ലെ പാരാമീറ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത് നോക്കിയേ, ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം, ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ പോയ്സൺ ബ്രാക്കറ്റൊക്കെ പഠിക്കാൻ തന്നെ നമ്മൾ QP എന്നൊക്കെ പറഞ്ഞ് ഡബിൾ പോയ്സൺ ബ്രാക്കറ്റും സിംഗിൾ പോയ്സൺ ബ്രാക്കറ്റും ഒക്കെ വെച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പം വൃത്തിക്ക് എല്ലാത്തിൻ്റെയും എല്ലാം ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെ സിമ്പിൾ എന്താണെന്ന് നോക്കുക, QI. ഓക്കെ, അപ്പം Q എന്ന് പറയുന്നത്, അല്ലെങ്കിൽ Q എന്ന് വെച്ചോ. അപ്പോൾ Q ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, അത് ഡിനോട്ട് ചെയ്ത് QI എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി എന്താ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് നോക്കിയേ. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മിനിമം സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് യൂസ് ടു യൂണിക്ലി ഡിഫൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം. ഞാൻ കുറച്ചൊരു സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിളല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനൊരു പൊട്ട രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് മിനിമം സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നാണ്. ഇപ്പോൾ ഞാൻ A, B, C, D, E, F, G, H, I, J, K, L ഇങ്ങനെ പോവുകയാണേ. ഇതൊരു സെറ്റ്, ഇതെന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഇതെന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണെന്ന് വിചാരിക്കുക. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താടാ? ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നോക്കിയേ, ABC എന്ന് പറയുന്ന ഇതൊരു സെറ്റായിട്ട് വിചാരിച്ചാൽ ABCക്ക് എത്ര വേരിയബിൾ ഉണ്ട്? 3. ഇത് കുറച്ചും കൂടെ കൂടുതലാണ്, 1 2 3 4, 4 എണ്ണം ഉണ്ട്. ഇതാവുമ്പോൾ 5. അപ്പോൾ ഇതിലേറ്റവും മിനിമം സെറ്റ് എന്ന് പറയുന്നത് ഈ 3 എണ്ണമാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് വിചാരിക്കുക. ഇത് വെറുതെ മിസ് പറഞ്ഞത്, അതായത് നമ്മൾ ഈ സെൻറ്റൻസ് ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കും. ഇപ്പോൾ ഇത് നോക്കിയേ, ഇത് നമുക്ക്, അതായത് ഞാൻ കുറേ സെറ്റുകൾ എടുത്തു, ആ സെറ്റിൽ ഒരെണ്ണം, ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ സെറ്റാണ് ഞാൻ എടുത്തത്, അതിലൊരു സെറ്റ് ഞാൻ സെലക്ട് ചെയ്തു. എങ്ങനെയാണ് ആ സെറ്റ് സെലക്ട് ചെയ്തത്? കാരണം അതിൻ്റെ അകത്ത് മിനിമം സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിരുന്നു, മിനിമം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉള്ള ഒരു സെറ്റാണ് ഞാൻ എടുത്തത്. അപ്പം അങ്ങനെ ആ സെൻറ്റൻസ് ഓർക്കാൻ വേണ്ടി മിസ് എളുപ്പത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ABCD ഒന്നും അല്ല. ഇത് നിങ്ങളങ്ങ് ഓർത്ത് വെക്കാം.
ഇനിയും ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ പ്രത്യേകത എന്താണ്? യൂസ് ടു യുണിക്ലി ഡിഫൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം. അപ്പോൾ അതായത് മിസ് എടുത്ത ABC എന്ന് പറയുന്ന മിനിമം സെറ്റിൻ്റെ പ്രത്യേകത അവർക്ക് യുണിക്ലി ഒരു സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. ഇനി എന്താ കോൺഫിഗറേഷൻ? ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താ? കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സിംപ്ലി അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ. ഓക്കെ, ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷനെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് പാരാമീറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ടല്ലേ. അതിലൊരു പാരാമീറ്ററായിരുന്നു കോർഡിനേറ്റ് സിസ്റ്റം, വേറെ ഒരെണ്ണമായിരുന്നു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ അത് തന്നെയാണ് നമ്മൾ ഒരു കോർഡിനേറ്റായി യൂസ് ചെയ്യുന്നത്. കോർഡിനേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു സിസ്റ്റത്തിൻ്റെ മോഷൻ. ഒരു സിസ്റ്റത്തിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പൊസിഷൻ അല്ലേ. അതായത് മോഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലേടാ. അപ്പോൾ ആ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ പൊസിഷനും ഓറിയൻറ്റേഷനും സമയമനുസരിച്ച് എങ്ങനെ മാറുന്നു. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് എന്താണ്? സാധാരണ കോർഡിനേറ്റ്സ് അതല്ലേ തരുന്നത്? എക്സ് വൈ ഇസഡ് എന്നൊക്കെ ഉള്ള കോർഡിനേറ്റ്സ് എന്താ തരുന്നത്? സമയം അനുസരിച്ച് എവിടെയാണ് ഇരിക്കുന്നത്, ടി ടൈമിൽ എവിടെയാണ് ഇരിക്കുന്നത്, ടൈം കൂടുമ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കോർഡിനേറ്റ്സ് തരുന്നത്. അത് തന്നെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റും തരുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ മിനിമം സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് ദാറ്റ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഓർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് എ സിസ്റ്റം ആൻഡ് ദ കോൺഫിഗറേഷൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ പൊസിഷൻ ഓർ ദ ഓറിയൻറ്റേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓർ ദ സിസ്റ്റം ഓർ ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കിയേ, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയിട്ടുള്ള XYZ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുന്നത്? Q1 Q2 മിസ് പറഞ്ഞുല്ലോ. QI എന്നാണ് മിസ് പറഞ്ഞത്. അപ്പോൾ I എന്ന് പറയുന്നത് 1 to etc to n. 1 ആവാം, 2 ആവാം, 3 ആവാം, etc to n. ഓക്കെ, ഇപ്പോൾ ഒരു ടേബിൾ കൊടുത്തേക്കുന്ന നോക്കൂ. നോക്കിയേ, സിംഗിൾ പാർട്ടിക്കിൾ ഇൻ 2 dimension. അതായത് ഇത് ശ്രദ്ധിച്ചേ, ഒരു 2 dimension എടുത്തെന്ന് വിചാരിച്ചോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പോലെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എക്സും വൈയും 2 dimensionൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ ഇരിക്കുവാണ്. 2 dimension എന്ന് പറയുന്നത് എന്താടാ? 2 dimensions ആണ്. അപ്പോൾ എക്സും വൈയും വേണം അവിടെ ഡിനോട്ട് ചെയ്യാൻ. 1 dimension ആണെങ്കിൽ എക്സ് മാത്രം മതിയാകും. 3 dimension ആണെങ്കിൽ എക്സ് വൈ ഇസഡ് വേണം. ഇവിടെ സിംഗിൾ പാർട്ടിക്കിൾ, ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. 2 dimensionൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് നോക്കിയേ. നോർമൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ഇതിൻ്റെ എന്തായിരിക്കും? എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എക്സിനെ എന്താക്കണം? Q1, വൈനെ എന്താക്കണം? Q2. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഉണ്ടായിരുന്നെങ്കിൽ അതെന്തായിരിക്കും? Q3. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നോക്കൂ, അടുത്തത് നോക്കൂ, പെൻഡുലം. പെൻഡുലത്തിന് നമുക്കറിയാം അല്ലേ, പെൻഡുലം എന്ന് പറയുമ്പോൾ തീറ്റ വെച്ചിട്ടല്ലേടാ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന കോർഡിനേറ്റിനെ. ഇത് L ലെങ്ത്. അപ്പം തീറ്റ അത് നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ വെച്ചിട്ടല്ലേ, പോളാർ കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പോളാർ അതായത് നോക്കൂ, റെക്റ്റാങ്കുലർ ആണെങ്കിൽ എക്സ് ആണ്, ഒന്നാമത്തെ എക്സ് ആണ്. പോളാർ ആണെങ്കിൽ ആറും തീറ്റയാണല്ലേ. അതുപോലെ അപ്പോൾ ഇവിടെ തീറ്റേനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് Q, ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q. ഇനി ഡബിൾ പെൻഡുലം ആണെങ്കിൽ 2 കോർഡിനേറ്റ്സ് വരും. ഡബിൾ പെൻഡുലം എങ്ങനെയാണ് ഇരിക്കണത്? ഇത് ഒരു പെൻഡുലം, ഇത് സിംഗിൾ പെൻഡുലം, ഇതിനെ കണക്ട് ചെയ്ത് വേറൊരു ബോബൂടെ വരും. അതാണ് ഡബിൾ പെൻഡുലം. അപ്പം ഇവിടുത്തെ ആംഗിൾ തീറ്റ, അടുത്ത ആംഗിളും തീറ്റ. അപ്പോൾ എത്ര കോർഡിനേറ്റ്സ് ഉണ്ട്? 2. അപ്പം θ1 എന്ന് പറയുന്നത് Q1 ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്, θ2 എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q2. ഓക്കെ, മനസ്സിലായോ? ഒന്നുമില്ല, ഇതാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. നിങ്ങൾ നമ്മൾ എങ്ങനെ ഇത് ഡിനോട്ട് ചെയ്യുന്നതെന്നും പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നോക്കൂ, ജനറലൈസ്ഡ് വെലോസിറ്റി. ഇത് കാണുമ്പം തന്നെ അറിയാം. ജനറലൈസ്ഡ് വെലോസിറ്റിയെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ. QI ഡോട്ട്. അപ്പോൾ നോക്കണം, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ പഠിച്ച കാര്യം QI മാത്രം എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്.
ഇവിടെ ഒരു മുകളിലൊരു ഡോട്ട് വന്നിട്ടുണ്ട്. അതെന്താ ഇപ്പോൾ ഈ ഡോട്ട്? നമുക്കറിയാമല്ലോ, ഈ ഡോട്ട് എന്ന് പറയുന്നത് ശരിക്കും എന്താ? dq/dt അല്ലേ? അതായത് ടൈം ഡെറിവേറ്റീവ് എന്ന് കൊടുക്കുന്നതാണ് ആ ഡോട്ട്. ഡബിൾ ഡോട്ട് ആണെങ്കിൽ d²q/dt², ഡബിൾ ഡെറിവേറ്റീവ്. 2 ഡോട്ട് ഉണ്ടെങ്കിൽ അത് q ഡബിൾ ഡോട്ട് ആണെങ്കിൽ ഡബിൾ ഡെറിവേറ്റീവ്, ഇത് സിംഗിൾ ഡെറിവേറ്റീവ് എന്നർത്ഥം. അപ്പം ഇനി ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമേ ഇല്ല. ഈ ഡിനോഷൻ അല്ലെങ്കിൽ ഈ ഒരു സിമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്താണിത്. ടൈം ഡെറിവേറ്റീവ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അതായത് നോക്കിയേ, ദീസ് ആർ ദ ടൈം ഡെറിവേറ്റീവ്സ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അതുകൊണ്ട് മിസ് പറഞ്ഞ് സിമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ജനറലൈസ്ഡ് വെലോസിറ്റീസ് എന്ന് പറയുന്നത് qi ഡോട്ടാണ്. ഡോട്ട് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, dq/dt ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ qi ഡോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, dqi/dt. they do not necessarily correspond to physical velocities in Cartesian space. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാർട്ടീഷ്യൻ സ്പേസിൽ വെലോസിറ്റി അല്ലെങ്കിൽ നമ്മൾ നോർമലി വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൻ്റെ ആ ഒരു സ്പീഡ് അല്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ dx/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷനെയാണ് നമ്മൾ നോർമലി അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഫിസിക്കലി പറയുന്ന വെലോസിറ്റി അല്ല. പകരം എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് വെലോസിറ്റി ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നത് നോർമലി നമ്മൾ പറയുന്ന വെലോസിറ്റി അല്ല. പകരം ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നത് നോക്കിയേ, ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ടൈം ഡെറിവേറ്റീവ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആയിരുന്നു. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പൊസിഷനെക്കുറിച്ചും അതുപോലെ തന്നെ ഓറിയൻറ്റേഷനെക്കുറിച്ചും. അപ്പോൾ ജനറലൈസ്ഡ് വെലോസിറ്റികളെന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് പൊസിഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. ഓറിയൻറ്റേഷന് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പേസിന് വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയുന്നത്. മനസ്സിലായോ? അതായത് കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ വെലോസിറ്റി എന്ന് പറയുന്നൊരു പാരാമീറ്റർ ജസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷനെയാണ് പറയുന്നതെങ്കിൽ, ഇവിടെ വരുമ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വെറുതെ പൊസിഷനെ മാത്രമല്ല അതിൻ്റെ ഓറിയൻറ്റേഷനും വേറെ ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെയും കൂടെ ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, അതേസമയം ഈ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഈ ജനറലൈസ്ഡ് വെലോസിറ്റിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ വെലോസിറ്റി കിട്ടും. ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നോർമൽ വെലോസിറ്റി കിട്ടും എന്നും കൂടെ ഓർക്കുക. പക്ഷേ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ വെലോസിറ്റി ആവണമെന്ന് ഡോണ്ട് നെസസറിലി നമ്മൾ കമ്പയർ ചെയ്യാറില്ല, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ടു ഫിസിക്കൽ വെലോസിറ്റി എന്ന് പറയാറില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്രയൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ജനറലൈസ്ഡ് വെലോസിറ്റി എന്താണെന്നൊന്ന് ഓർത്ത് വെക്കാം. ഇനി നോക്കിയേ, ലഗ്രാഞ്ചൻ മെക്കാനിക്സിൽ ലഗ്രാഞ്ചൻ എന്താണെങ്കിലും കോർഡിനേറ്റ്സിനെയും അതിൻ്റെ ടൈം ഡെറിവേറ്റീവ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. ടൈം ഡെറിവേറ്റീവ്സ് എന്ന് വെച്ചാൽ ജനറലൈസ്ഡ് വെലോസിറ്റീനെ. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാവേ. ഇനി അടുത്തത് നോക്കിയേ, ജനറലൈസ്ഡ് മൊമെൻറ്റ. അതും ഈ പറഞ്ഞതുപോലെ തന്നെ സിമ്പലിനെ നോക്കിയേടാ. ഇതാണ് ജനറലൈസ്ഡ് മൊമെൻറ്റ പി ആണ്. ജനറലൈസ്ഡ് മൊമെൻറ്റ PI. I എന്ന് പറയുന്നത് എന്തായിരിക്കും? 1, 2 etc. to n ആയിരിക്കും. ഇപ്പോൾ ജനറലൈസ്ഡ് മൊമെൻറ്റ എന്ന് പറയുന്നത് സാധാ മൊമെൻറ്റ അല്ല, ജനറലൈസ്ഡ് ആണ്. അപ്പോൾ ഈസ് ഡിഫൈൻഡ് ആസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ ലഗ്രാഞ്ചിയൻ വിത്ത് റെസ്പെക്ട് ടു ദ ജനറലൈസ്ഡ് വെലോസിറ്റി. ഇക്വേഷൻ പഠിച്ചു വെക്കണം. ജനറലൈസ്ഡ് മൊമെൻറ്റ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലഗ്രാഞ്ചിയൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആരുമായിട്ട്? വിത്ത് റെസ്പെക്ട് ടു ജനറലൈസ്ഡ് വെലോസിറ്റി. ഇനി ജനറലൈസ്ഡ് വെലോസിറ്റി ഇപ്പം ഞാൻ പഠിച്ചതേ ഉള്ളൂ. QJ ആണെങ്കിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്, മുകളിലൊരു ഡോട്ട് ഉണ്ടെങ്കിൽ ജനറലൈസ്ഡ് വെലോസിറ്റി. അപ്പോൾ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ലഗ്രാഞ്ചിയൻ ആൻഡ്
ജനറലൈസ്ഡ് വെലോസിറ്റിനെയാണ് ജനറലൈസ്ഡ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ ഇപ്പോൾ തന്നെ പഠിച്ചു പോകണം. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കുറേ ഇക്വേഷൻസ് നമുക്ക് വരും. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചേ പി എന്ന് പറയുന്നത്, പി ഐ എന്ന് പറയുന്നത്, ജനറലൈസ്ഡ് മൊമെൻറ്റോ എന്ന് പറയുന്നത് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ടാണ്. ഡോ എൽ എന്ന് പറയുന്നത് വേറൊരു ക്ലൂ പറഞ്ഞു തന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഞാൻ ആദ്യം തൊട്ടേ പറയാറുണ്ട്. അതായത് ലഗ്രാഞ്ച് എന്ന് പറയുമ്പോൾ ലഗ്രാഞ്ചിൻ്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ നമ്മൾ എപ്പോഴും എഴുതുന്നത് എന്തിൻ്റെ ഫോമുല എന്നറിയാമോ? വെലോസിറ്റിയുടെയും പൊസിഷൻ്റെയും ഫോമിലാണ്. അതേസമയം ഹാമിൽട്ടോണിയൻ്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ നമ്മൾ എഴുതുന്നത് മൊമെൻറ്റത്തിൻ്റെയും പൊസിഷൻ്റെയും മൊമെൻറ്റത്തിൻ്റെ ഭാഗത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മിസ് പറഞ്ഞത്? അപ്പോൾ ലഗ്രാഞ്ചിൻ്റെ കൂടെ എന്താണെങ്കിലും വെലോസിറ്റി കാണും. അപ്പോൾ പി എന്ന് പറയുന്നത്, മൊമെൻറ്റോ എന്ന് പറയുന്നത്, ലഗ്രാഞ്ചിന് എവിടെ ഉണ്ടോ അവിടെ വെലോസിറ്റി ഉണ്ട് എന്നോർക്കുക. അപ്പോൾ ഡോ എൽ ബൈ ഡോ, അതായത് കുറേ കഴിയുമ്പോൾ നമുക്ക് ഡൗട്ടാവും, പിയുടെ ഇക്വേഷൻ എൽ ബൈ ക്യൂ ജെ ആയിരുന്നോ, ജെ ഡോട്ടായിരുന്നോ, അതോ ഡോട്ട് ഇല്ലേ എന്നൊക്കെ ഡൗട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി ഒരു ക്ലൂ പറഞ്ഞതാ, ലഗ്രാഞ്ചിന് എവിടെയുണ്ടോ അതിൻ്റെ കൂടെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ജനറലൈസ്ഡ് വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജനറലൈസ്ഡ് കോർഡിനേറ്റ്, ജനറലൈസ്ഡ് വെലോസിറ്റി ആൻഡ് ജനറലൈസ്ഡ് മൊമെൻറ്റം. ഇനി അടുത്തത് നോക്കിയേ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ സത്യം പറഞ്ഞാൽ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ പറയണം. ഓക്കെ, അത് പക്ഷേ അടുത്ത ടോപ്പിക്കായിട്ട് വരുവാണ്. എനിവേ ഒന്ന് നോക്കിയേ, ഇത് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതാണ്. ഇപ്പം മിസ്സ് പറഞ്ഞില്ലേ, ലഗ്രാഞ്ചിൻ എന്ന് പറയുന്നത് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലഗ്രാഞ്ചിന് എപ്പോഴും എന്താണ്, വെലോസിറ്റീനെയും പൊസിഷൻ കോർഡിനേറ്റ്സ്. ഇപ്പോൾ കോർഡിനേറ്റ് പൊസിഷന്, കോർഡിനേറ്റ് വെലോസിറ്റി ടൈം എന്ന രീതിയിലാണ് ലഗ്രാഞ്ചിൻ എഴുതുന്നത്. അതേസമയം ഹാമിൽട്ടോണിയൻ മിസ്സ് പറഞ്ഞു മൊമെൻറ്റം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊമെൻറ്റോ എന്ന് പറയുമ്പോൾ പി വരും ഹാമിൽട്ടോണിയൻ എഴുതുമ്പോൾ, അല്ലേ, വെലോസിറ്റി വരില്ല. അത് നമുക്ക് അടുത്തതിൽ നോക്കാം. ഏതായാലും ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പം നമുക്ക് ഇതല്ല നോക്കണ്ടേ, സൈക്ലിക് കോർഡിനേറ്റ്സ് അല്ലെ കൺസേർവ്ഡ് കോർഡിനേറ്റ് എന്താണെന്നാണ് നോക്കണ്ടേ. ശരിക്കും ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സിസ്റ്റം എടുത്തോടാ, ഇത് കാണിച്ചാൽ നിങ്ങൾക്ക്, ഓക്കെ ഇവിടെ കാണിക്കാം, ഇത് ഇവിടേക്ക്, പ്രത്യേകിച്ചൊന്നുമില്ല, നോക്കിക്കേ, ഒരു സിസ്റ്റം, ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ കുറേ പാർട്ടിക്കിൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് കുറേ ഉണ്ട്, അല്ലെങ്കിൽ n പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ കുറേ കോർഡിനേറ്റ്സും, ഈ ഇക്വേഷൻ തന്നെ, ഈ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നൊരു ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നൊരു ഇക്വേഷനൊക്കെ തന്നു. അങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് എന്താകും, കോംപ്ലിക്കേറ്റഡ് ആകും. ഓക്കെ, വേറൊരു രീതിയിൽ പറഞ്ഞു നോക്കാം. അപ്പം സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ കുറേ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കുറേ കോർഡിനേറ്റ്സും കുറേ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവിടെ മിസ്സിങ് ആണെന്ന് വിചാരിക്കാം. ആ മിസ്സിങ് ആയിട്ടുള്ള സാധനം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വെറുതെ ഇരിക്കുവാണ്. അങ്ങനെ വെറുതെ, നമ്മൾ 5 സ്റ്റാറിൻ്റെ പരസ്യത്തിൽ പറയുന്ന പോലെ എന്താണ്, വെറുതെ ഇരിക്കുവാണ് കുറച്ച് നേരം വെറുതെ. അപ്പോൾ ആ വെറുതെ ഇരിക്കുന്ന ആ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾക്ക് ആ സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. അങ്ങനെ വെറുതെ ഇരിക്കുന്ന കാര്യങ്ങളെയാണ് ശരിക്കും നമ്മൾ സൈക്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കുറച്ചും കൂടെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റും കേട്ടോ. നോക്കൂ, നമുക്ക് ഇപ്പം ലഗ്രാഞ്ചിനിലേക്ക് നമ്മൾ വന്നില്ല, എന്നാലും നമുക്ക് ലഗ്രാഞ്ചിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. ലഗ്രാഞ്ചിൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് d/dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ. അപ്പം നോക്കിക്കേ, ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്, ഒരു മിനിറ്റ് നോക്കിക്കോ. ഇപ്പം നമ്മൾ ലഗ്രാഞ്ചിൻസ് ഇക്വേഷൻ എഴുതുവാണ്. ദാറ്റ് ഈസ് d/dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു 0 എന്ന് ഞാൻ പറയുവാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഈ സിസ്റ്റത്തിൻ്റെ ഡോ എൽ ബൈ ഡോ ക്യൂ ജെ എന്ന് വെച്ചാൽ 0 ആണ്. അതിൻ്റെ അർത്ഥം എന്താടാ, d/dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ 10 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഇത് നമുക്കറിയാമല്ലോ, ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ, ഈ ഒരു കൺസെപ്റ്റ് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്ന് വൃത്തിക്ക് എഴുതാം,
ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു ജെ ഡോട്ട് ഉണ്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യു ജെ. ഈ ഡോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? പാർഷ്യൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഇത് 0 ആണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു ജെ ഡോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഇതെന്ന് പറയുന്നത് എ കോൺസ്റ്റൻറ്റ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഇത് കോൺസ്റ്റൻ്റ് ആണ് ഇനി നോക്കിക്കുക മക്കളെ, ഡോ എൽ ബൈ ഡോ ക്യു ജെ, അതായത് ലഗ്രാഞ്ചിയൻ വിത്ത് റെസ്പെക്റ്റ് ടു എന്താണ് ഡോട്ട്, ഒരു ഡോട്ടാണ് ഡോ ക്യു ജെ ഡോട്ട് എന്ന് പറയുന്നത് ജനറലൈസ്ഡ് വെലോസിറ്റിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ലഗ്രാഞ്ചിയൻ വിത്ത് റെസ്പെക്റ്റ് ടു ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? ജനറലൈസ്ഡ് മൊമെൻറ്റം. അപ്പം ഇത്രയും കാര്യം 10-0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജനറലൈസ്ഡ് മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലായോ? ജനറലൈസ്ഡ് മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം എ സൈക്ലിക് കോർഡിനേറ്റ് ഈസ് എ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി. സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് തന്നെയാണ്. ദാറ്റ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ലഗ്രാഞ്ചിയൻ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ലഗ്രാഞ്ചിയനിൽ അത് അപ്പിയർ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ലഗ്രാഞ്ചിയനിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. സൈക്ലിക് ആണോ അല്ലയോ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വെറുതെ ഒരു ഇക്വേഷൻ എഴുതിക്കോട്ടെ. ഓക്കെ, വെറുതെ ഒരു ഇക്വേഷനാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 2x ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ഈക്വൽ ടു 0. ഇങ്ങനൊരു ഇക്വേഷനാണ്. ഇത് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എഴുതിയേക്കുന്ന. ഇതിൻ്റെ സൈക്ലിക് ഏതാണെന്ന് നോക്കാനാണ്, സൈക്ലിക് കോർഡിനേറ്റ്. അപ്പോൾ നമുക്കറിയാം സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. ഇതിനകത്ത് മിസ് പറയാണ് ഇവിടുത്തെ സൈക്ലിക് കോർഡിനേറ്റ് ഇസഡ് ആണ്. എങ്ങനെ വന്നു ഇസഡ് ആണെന്ന്? എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയേ, ഇസഡ് എന്ന് പറയുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണെന്ന് വിചാരിക്കാം. ഇസഡ് എന്ന് പറയുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റിന് ഇസഡ് ഡോട്ട് എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ട്. ഓക്കെ, വൈ എന്ന് പറയുന്ന ജനറലൈസ്ഡ് കോർഡിനേറ്റിന് വൈ ഡോട്ട് എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ട്. പക്ഷേ ഇസഡിന് മാത്രം പെയറില്ല. പെയറായിട്ട് ഒരാളില്ല, കപ്പിൾ അല്ലേ, അതില്ല. അപ്പോൾ ആ ഇസഡ് ആണ് ഈ ലഗ്രാഞ്ചിയൻ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ കാണാതെ നിൽക്കുന്ന, അല്ലെ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ ഇസഡ് ആണ്. ഒന്നും ചെയ്യാതെ നിൽക്കുക, ഫൈവ് സ്റ്റാറിൻ്റെ പരസ്യം പോലെ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഇസഡ് ആണ്. അപ്പോൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആളാണോ നമ്മുടെ സൈക്ലിക് കോർഡിനേറ്റ്. ഇനിയും അപ്പോൾ ഈ സൈക്ലിക് കോർഡിനേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാമോ? ഈ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന നമ്മുടെ ഈ സൈക്ലിക് കോർഡിനേറ്റ് അതെപ്പോഴും ഇസഡ് ആവണമെന്നില്ല, ഇതിൻ്റെ കേസാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഈ സൈക്ലിക് കോർഡിനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സിസ്റ്റത്തെ മുഴുവനായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ക്ലൂവും കൂടെ മിസ് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ചുമ്മാ ഒരു ഫണ്ണായിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്. ഓക്കെ, അപ്പോൾ ആ വീട്ടിൽ 3 പേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 3 പേരിൽ 2 പേര് പ്രൊഫഷണൽ ജോലിക്കാരാണ്. ഇപ്പോൾ ഒരാൾ ഡോക്ടർ, ഒരാൾ എൻജിനീയർ ആണെന്ന് വെച്ചാൽ ഒരാൾ പ്രൊഫഷണൽ അല്ല. എന്നുവെച്ചാൽ എന്താണ്, വല്ലപ്പോഴും ഒക്കെ ആൾക്ക് ജോലിയുള്ളൂ. ജോലി ഉണ്ടെങ്കിൽ തന്നെ അടുത്തെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നുവെച്ചാൽ പുള്ളിക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കുറച്ച് അല്ലെങ്കിൽ ഗൾഫിലായിരുന്നു പുള്ളി നേരത്തെ. അപ്പോൾ ഇപ്പം വന്നപ്പോൾ കുറേ സമ്പാദ്യമൊക്കെ ഉണ്ട്. അപ്പം വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. വല്ലപ്പോഴും ഒക്കെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ജോലിയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 3 പേരുടെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം
ഇപ്പോൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന മൂന്നാമത്തെ ആളുടെ കാര്യം പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ആളെ ഉപയോഗിച്ച് ബാക്കി ആൾക്കാരുടെ കാര്യം പറയുന്നതായിരിക്കും നമുക്ക്. ഇപ്പോൾ സാലറി ആണെങ്കിൽ ആ ആളുടെ കാര്യം യൂസ് ചെയ്ത് മറ്റുള്ളവരുടെ കാര്യം പറയുന്നതായിരിക്കും എളുപ്പം. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ആൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയേ ഉള്ളൂ, അത് വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ അതെപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വരുമാനവുമായിരിക്കും പുള്ളിക്ക്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പം പെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രമോഷൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഈ പുള്ളീനെ വെച്ചിട്ട് ഈ വീടിനെക്കുറിച്ച് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ കാര്യം മൊത്തവും പറയുന്നതായിരിക്കും നമുക്ക് കുറച്ച് എളുപ്പം. അതേസമയം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ, ഒരു പ്രൊമോഷനൊക്കെ ഉള്ള, അല്ലെങ്കിൽ പെൻഷനുള്ള, അല്ലെങ്കിൽ സാലറിക്ക് ഓരോ പൊസിഷൻ അനുസരിച്ച് മാറ്റം വരുന്ന ഒരു ജോബിനെ എടുത്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ കാര്യം പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ ആ ഡോക്ടറിൻ്റെ കാര്യം തന്നെ പറയാൻ കുറേ നേരം ചിലപ്പോൾ എടുക്കേണ്ടി വരും. അദ്ദേഹത്തെ കമ്പയർ ചെയ്ത് ബാക്കിയുള്ളവരെ പറയാൻ വേറെ കുറച്ച് ടൈം. അപ്പോൾ അതിനേക്കാളും ഏറ്റവും ബെറ്റർ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെ എടുത്തിട്ട് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. അപ്പോൾ അതാണ് ശരിക്കും സൈക്ലിക് കോർഡിനേറ്റ്സ്. ചുമ്മാതിരിക്കുകയാണ്, പക്ഷെ അത് ഉപയോഗിച്ച് നമുക്കൊരു സിസ്റ്റത്തെ മുഴുവനായിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം ആ സംഭവത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ നിർത്താം കേട്ടോ. എന്നിട്ട് അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയി പോകും. ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കിയാട്ടെ. പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയേ. വാട്ട്സ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഫോർ എ സിമ്പിൾ പെൻഡുലം? അത് നേരത്തെ ഒരു ടേബിൾ വരച്ച് ഞാൻ കാണിച്ചുവല്ലോ. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് തീറ്റയാണ്. അതായത് ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ കുറിച്ച് ശരിയായിട്ടുള്ള കാര്യമാണ്. കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതിൽ നോക്കിയേ. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് ഡിസ്ക്രൈബിങ് ദ സിസ്റ്റം. ഇത് ഓർത്തോഗണൽ ഒന്നും അല്ല കേട്ടോ. ഈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഓർത്തോഗണലോ ഒന്നും തന്നെ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ കോർഡിനേറ്റ് ഡസൻറ്റ് അപ്പിയർ എക്സ്പ്ലിസിറ്റ്ലി ഇൻ ദ ലഗ്രാഞ്ചിയൻ ദെൻ. അതായത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കോർഡിനേറ്റ് ലഗ്രാഞ്ചിയനിൽ എക്സ്പ്ലിസിറ്റായിട്ട് വന്നില്ലെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സിസ്റ്റത്തിൽ വന്നില്ലെങ്കിൽ ഒരു കോർഡിനേറ്റ്, അതിൻ്റെ അർത്ഥം അത് സൈക്ലിക് കോർഡിനേറ്റ് ആണെന്നാണ്. മാത്രമല്ല, എന്തൊക്കെ മിസ് പറഞ്ഞു നേരത്തെ? ഒരു കോർഡിനേറ്റ് സൈക്ലിക് ആണെങ്കിൽ അതൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിൽ അത് ലഗ്രാഞ്ചിയനിൽ ആബ്സെൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? അതിൻ്റെ ജനറലൈസ്ഡ് മൊമെൻറ്റം പി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ഒരു സിസ്റ്റത്തിൻ്റെ കാണാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജനറലൈസ്ഡ് മൊമെൻറ്റം കാണാനായിരിക്കും. അല്ലെങ്കിൽ സൈക്ലിക് കോർഡിനേറ്റ്സിനെ ബേസ് ചെയ്ത് ചോദിക്കുമ്പോൾ സൈക്ലിക് കോർഡിനേറ്റ്സിൻ്റെ ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടത്, ലഗ്രാഞ്ചിയനിൽ അപ്പിയർ ചെയ്യാതെ നിൽക്കുന്ന, ഒന്നും ചെയ്യാതെ വരാത്ത ആളാണ് സൈക്ലിക് കോർഡിനേറ്റ്. ഇനി എന്താ പറഞ്ഞത്? സൈക്ലിക് കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ മൊമെൻറ്റം, ജനറലൈസ്ഡ് മൊമെൻറ്റം കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കിയേ. നമുക്കൊരു ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട്. L ഈക്വൽ ടു ഹാഫ് ഇവിടെ ഉണ്ടല്ലോ, ഇത് തന്നെ നോക്കിക്കോ. L ഈക്വൽ ടു 1 minute. നോക്കിക്കേ, ഇതാണ്. ദാറ്റ് ഈസ് L ഈക്വൽ ടു ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ L ഈക്വൽ ടു ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ ഹാഫ് എം വൈ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി വൈ. ഇതൊന്ന് നോക്കിക്കേടാ. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ജനറലൈസ്ഡ് മൊമെൻറ്റം എഴുതണം. അപ്പോൾ ജനറലൈസ്ഡ് മൊമെൻറ്റം എഴുതാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. കോർഡിനേറ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെ കോർഡിനേറ്റ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ് അതൊക്കെ വരും. അപ്പം എന്താണേലും ഇവിടെ
കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് നോക്കിയേ. കോർഡിനേറ്റ് ആരൊക്കെ ആയിരിക്കും? വൈ, എക്സ്. ഇനി ജനറലൈസ്ഡ് മൊമെൻ്റെയാണ് എഴുതേണ്ടത്. ജനറലൈസ്ഡ് മൊമെൻ്റ് എന്ന് പറയുന്നത് പി എക്സും പി വൈയും, അല്ലെങ്കിൽ എക്സും വൈയും ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എങ്കിൽ പി എക്സും പി വൈയും ആയിരിക്കുമല്ലോ മൊമെൻ്റ്. കാരണം മൊമെൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അങ്ങനെയാണ് പി. ഓക്കെ, അപ്പോൾ പി ഐ കാണാനുള്ള, അതായത് മൊമെൻറ്റം, ജനറലൈസ്ഡ് മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡോ എൽ ബൈ എൽ എവിടെ ഉണ്ടോ അവിടെ വെലോസിറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണം. അപ്പോൾ പി എക്സ് എന്ന് പറയുന്നത് നോക്കിയേ, ഡോ എൽ ബൈ, അപ്പോൾ പി ക്യൂ എന്ന് പറയുന്നത് ഡോ എൽ ബൈ ഡോ ക്യൂ, അല്ലെങ്കിൽ പി എന്ന് പറയുന്നത് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട് ആണെങ്കിൽ പി എക്സ് എന്ന് പറയുന്നത് ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് ആയിരിക്കും. ഇതിനെ ഡെറിവേറ്റ് ചെയ്യാൻ അറിയത്തില്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ്, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഹാഫ് എം എക്സ് ഡോട്ട്, ഡി ബൈ ഡി എക്സ് ഡോട്ട് ഓഫ് ഹാഫ് ടൈംസ് ഓഫ്, വൃത്തിക്കെഴുതാവേ, സിമ്പിൾ ആയതുകൊണ്ട് മിസ് ഇങ്ങനെ പറയുന്നത് നോക്കിയേ. ഡി ബൈ ഡി എക്സ് ഓഫ് എന്താടാ ചെയ്യേണ്ടത്? അല്ല, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് ചെയ്യണം, ഹാഫ് എം എക്സ് ഡോട്ടിൻ്റെ സ്ക്വയർ. ഹാഫ് എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിൽ നിർത്തി. എക്സ് ഡോട്ട് സ്ക്വയറിനെ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ 2x മേളി ഡോട്ട്, ഈ മേളത്തെ 2ഉം താഴത്തെ 2ഉം പോയി കഴിയുമ്പോൾ എം എക്സ് ഡോട്ട് എന്നായില്ലേ? എം എക്സ് ഡോട്ട്, അതാണിത്. അതുപോലെ തന്നെ പി വൈയും ചെയ്യാം. അതുകൊണ്ട് ഇതുപോലെ തന്നെ പി വൈയും ചെയ്യാം. അപ്പോൾ പി എക്സും പി വൈയും കിട്ടി. അപ്പോൾ ജനറലൈസ്ഡ്, അപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചു പൊക്കെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ. ഇനി പി തീറ്റയും പി ഫൈയും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? പി തീറ്റ ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട്, പി ഫൈ ആണെങ്കിൽ ഡോ എൽ ബൈ ഡോ ഫൈ ഡോട്ട് എന്ന് കൊടുത്താൽ മതി. ഇനി ഇത് നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ, നോക്കി. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആദ്യം എടുക്കണം. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാണ് ഇത് മാറിയേക്കുന്നത്? ആറും തീറ്റയുമാണ് ഇവിടുത്തെ. നമുക്കറിയാമല്ലോ കാണുമ്പം തന്നെ. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടേം ആയിരിക്കും. അപ്പോൾ ആറും തീറ്റയുമാണ് ഇവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയും ജനറലൈസ്ഡ് മൊമെൻറ്റം, ജനറലൈസ്ഡ് വെലോസിറ്റി, ഓർഡറിൽ പൊക്കോ. ജനറലൈസ്ഡ് വെലോസിറ്റി ഏതായിരിക്കും? വെലോസിറ്റി എന്ന് പറയുന്നത് ഡോട്ട് വരണം. അപ്പോൾ ഇവിടെ ആറിന് മാത്രമേ വെലോസിറ്റി ഉള്ളൂ. നേരത്തെ മിസ്സ് പറഞ്ഞ പോലെ ഇവിടെ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന തീറ്റയാണ്. കാരണം തീറ്റയ്ക്ക് വെലോസിറ്റി ഇല്ല. തീറ്റ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവിടെ വെലോസിറ്റി വന്നേനെ എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ചുമ്മാ ക്ലൂ പോലെ ഓർക്കുക. അപ്പോൾ തീറ്റയ്ക്കാണ് ഇവിടെ വെലോസിറ്റി ഇല്ലാത്ത. അപ്പോൾ ഇവിടുത്തെ സൈക്ലിക് കോർഡിനേറ്റ് ആരാണ്? തീറ്റ. അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? ഇനി നമുക്ക് സൈക്ലിക് കോർഡിനേറ്റും കണ്ടുപിടിച്ചു. അപ്പോൾ സൈക്ലിക് കോർഡിനേറ്റ് തീറ്റയാകുമ്പോൾ അവിടുത്തെ ജനറലൈസ്ഡ് മൊമെൻറ്റം എന്തായിരിക്കും? പി തീറ്റ ആയിരിക്കും. അപ്പോൾ പി തീറ്റ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഡോ എൽ ബൈ ഡോ ക്യൂ ഡോട്ട്. ഇനി ഉറക്കത്തിൽ ചോദിച്ചാലും ഓർത്തോണം കേട്ടോ. എല്ലുണ്ടെങ്കിൽ വെലോസിറ്റി താഴെ വരണം. അപ്പോൾ തീറ്റയാണ് സൈക്ലിക് കോർഡിനേറ്റ് എങ്കിൽ അവിടുത്തെ ജനറലൈസ്ഡ് മൊമെൻറ്റം ആരായിരിക്കും? പി തീറ്റ ആയിരിക്കും. അപ്പോൾ പി തീറ്റയും കണ്ടുപിടിക്കണം. പി തീറ്റ മാത്രമാണ് പി തീറ്റ. ഓക്കെ ജനറലൈസ്ഡ് മൊമെൻറ്റോ എന്ന് പറയുമ്പോൾ പി തീറ്റയും പി ആറും കണ്ടുപിടിച്ചോ കേട്ടോ. ജനറലൈസ്ഡ്, അതിൽ കൺസേർവ്ഡ് ക്വാണ്ടിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? പി തീറ്റ. കാരണം സൈക്ലിക് ക്വാണ്ടിറ്റി ഏതാണോ അതാണ് കൺസേർവ്ഡ് എന്നുള്ളത്. അങ്ങനെയാണ് സാധാ ടെക്സ്റ്റിലൊക്കെ സോൾവ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തത് കേട്ടോ. ജനറലൈസ്ഡ് മൊമെൻറ്റ് ചോദിക്കുമ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് പി തീറ്റ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു തവണ ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അതായത് ഇത് രണ്ടും ജനറലൈസ്ഡ് മൊമെൻറ്റം എന്ന് പറഞ്ഞ് എഴുതണോ എന്നുള്ളത്. കാരണം ജനറലൈസ്ഡ് മൊമെൻറ്റം ഒക്കെ ചോദിക്കാറുണ്ട്. ഇതും ഹോംവർക്കായിട്ട് ചെയ്തോ. ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യം കോർഡിനേറ്റ് കണ്ടുപിടിക്കുക,
ഇവിടെ ആറിന് ആർ ഡോട്ട് ഉണ്ട്, തീറ്റ ഡോട്ടിന് തീറ്റ ഇല്ല. അപ്പോൾ ഇല്ലാത്ത ആരാണ്? തീറ്റയാണ്. അപ്പോൾ അതാണ് സൈക്ലിക് കോർഡിനേറ്റ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ജനറലൈസ്ഡ് മൊമെൻറ്റോ എന്ന് പറയുന്നത് പി ആർ പി തീറ്റ, കൺസേർവ്ഡ് ക്വാണ്ടിറ്റി പി തീറ്റ. ഓക്കെ, കൺസേർവ്ഡ് ക്വാണ്ടിറ്റി പി തീറ്റ ആവാൻ കാരണം സൈക്ലിക് ഏതാണ്? ഇവിടെ തീറ്റയാണ് സൈക്ലിക്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് ആൻസർ നോക്കാതെ എന്ത് ചെയ്യണം? ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ആൻസർ നോക്കാതെ ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്ത് വെച്ചിരുന്നാൽ മതിയാവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒന്ന് ചെയ്ത് നോക്കണം. ഈ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനിയും ഓക്കെ, ഇതൊക്കെ ലഗ്രാഞ്ചിനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൺസെപ്റ്റാണ് ഇതിൽ നമ്മൾ ആകെ പറഞ്ഞത്. ഭയങ്കര സിമ്പിളായിട്ട് ഉള്ളതാണല്ലോ, ഭയങ്കര നമ്മളെ കുഴപ്പിക്കുന്ന ഒന്നുമില്ല. പക്ഷേ നല്ല രസമാണ് നോക്കാനായിട്ട്. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഒന്നും മിസ് കൺക്ലൂഡ് ചെയ്ത് തരാം. ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേറ്റ്സ് തന്നെയാണ്. പക്ഷെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് ജനറലൈസ്ഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് വെലോസിറ്റി. ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആകുമ്പോൾ ക്യൂ ജെ ആണ്, വെലോസിറ്റി ആകുമ്പോൾ ക്യൂ ജെ ഡോട്ടാണ്, മൊമെൻറ്റോ ആകുമ്പോൾ പി ജെ ആണ്, പി ഐ അല്ലെങ്കിൽ പി ജെ എന്തും ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ മാത്രം ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഓർത്ത് വെക്കണം. ബാക്കി നമുക്ക് ഡെഫിനിഷനിൽ നിന്നൊക്കെ എഴുതാം. ഇക്വേഷൻ അറിയാമെങ്കിൽ ഡെഫിനിഷൻ എഴുതാം. അപ്പം കോർഡിനേറ്റ് ആകുമ്പം ക്യൂ ഐ, അതിന് പ്രത്യേകിച്ച് ഇക്വേഷൻ കാര്യങ്ങളില്ല. ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നോക്കിയേ, ക്യൂ ഐ ഡോട്ട്. ജനറലൈസ്ഡ് വെലോസിറ്റി ക്യൂ ഐ ഡോട്ട് എന്ന് പറയുന്നത് പഠിച്ചു വെച്ചോണം. ക്യൂ ഐ ഡോട്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. അതിൻ്റെ അർത്ഥം അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ് ടൈം അനുസരിച്ച്. അപ്പോൾ ഡി ക്യൂ ഐ ബൈ ഡി ടി. പഠിക്കാനുള്ളത് ഇതാണ്. മൊമെൻറ്റം എന്ന് പറയുന്നത് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട്. എല്ലാം എവിടെയുണ്ടോ അവിടെ ഡോട്ട് വരും. കാരണം ലഗ്രാഞ്ചിന് എപ്പോഴും വെലോസിറ്റീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് സൈക്ലിക്. അതായത് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ, വെറും ജെ 0 ആകുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് എന്ന് പറയുന്നത് 10-0 ആകും. അപ്പോൾ ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് എന്ന് പറയുന്നത് 10-0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ ഒരു ക്വാണ്ടിറ്റി കൺസേർവ്ഡ് ആണ്. ഡോ എൽ ബൈ ഡോ ക്യൂ ജെ എന്ന് വെച്ചാൽ മൊമെൻറ്റോ ആണ്. അതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ അതാണ് സൈക്ലിക് കോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടുക. സൈക്ലിക് കോർഡിനേറ്റിൻ്റെ കേസിൽ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത് അത് ജനറലൈസ്ഡ്, അത് ലഗ്രാഞ്ചിൻ ഇക്വേഷനിൽ ഉണ്ടാവാനും പാടില്ല. മാത്രമല്ല അതിൻ്റെ ജനറലൈസ്ഡ് മൊമെൻറ്റോ ആ സമയത്ത് കൺസേർവ്ഡും ആയിരിക്കും. അപ്പം അത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാനുള്ളത് ഡി-അലംബേർട്ട്സ് ലോ, വിർച്വൽ വർക്ക്, അതുപോലെ തന്നെ ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.